ഡോക്ടറെ, പക്ഷേ എനിക്ക് ആ പല്ല് ഇതുവരെ വേദന വന്നിട്ടില്ല. നമ്മളും പലപ്പോഴും ഇങ്ങനല്ലേ, ഒരു വേദന വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഡോക്ടറിൻ്റെ അടുക്ക ഒന്ന് പോകാനായിട്ട്. ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഒരു എക്സ്റേസ് ആണ്. ഇതിൻ്റെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ വലിയ കറുത്ത ഭാഗങ്ങൾ കേടാണ്. അത് ആ ഞരമ്പിനോട് അടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3-4 പല്ലുകളിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു. എങ്ങനെ? ഈ പേഷ്യൻ്റ് ഓരോ 6 മാസം അല്ലെങ്കിൽ 4-5 മാസം കൂടി ഡോക്ടറിൻ്റെ അടുക്ക് വന്നൊന്ന് കാണിക്കുമായിരുന്നെങ്കിൽ ഈ കേടുകൾ ഇനാമലിലും അല്ലെങ്കിൽ ഡെൻറ്റിൻ എന്ന് പറഞ്ഞ ലെയറിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ അടച്ചെടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഒന്നീ റൂട്ട് കനാൽ ചെയ്യണം, അല്ലെങ്കിൽ പല്ല് എടുത്തു കളയണം. നിങ്ങൾക്കറിയാം, റൂട്ട് കനാലും അല്ലെങ്കിൽ ക്രൗണും ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെൻസസ്, നമ്മുടെ ചിലവുകൾ കൂടും. അതേ സമയത്ത് നമുക്കത് നോർമലായിട്ട് അടയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചിലവ് ചുരുങ്ങിയിരുന്നേനെ. ഈ പ്രശ്നം മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയുടെ ഒരു മിസ്റ്റേക്കാണ്. നമുക്കറിയാം, ഷുഗർ കൂടിയിരിക്കുവാണെങ്കിൽ നമ്മുടെ അകത്തെ അവയവങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിന് കൂടുതൽ സിറ്റുവേഷൻസിലും അത് ഡയഗ്നോസ് ചെയ്യുന്നത് ഒത്തിരി ലേറ്റായിട്ടാണ്. ഇതുപോലൊക്കെ തന്നെയുള്ളൂ പല്ലിൻ്റെ കാര്യങ്ങളിൽ. അതുകൊണ്ട് ആ പ്രശ്നം ഒത്തിരി സിവിയർ ആകാൻ വേണ്ടി നീട്ടരുത്. നിങ്ങൾ ദയവായി 6 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറിനെ സമീപിച്ച് ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. ഹാപ്പി സ്മൈലിംഗ്. വി ട്രൂലി കെയർ ഫോർ യു. താങ്ക് യു.